സോ നമ്മൾ ഇനി ഒരു ജനറൽ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പോവാണ്. നമ്മൾ ഓൾറെഡി കോംപ്ലിമെന്ററി സൊല്യൂഷൻ എന്താണെന്നും പർട്ടിക്കുലർ ഇന്റഗ്രൽ എന്താണെന്നും പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇനി ജനറൽ സൊല്യൂഷൻ പഠിക്കാൻ പോകുമ്പോൾ നമ്മൾക്ക് ഓൾറെഡി അറിയാം ഈ ഒരു ഫംഗ്ഷന്റെ ഈ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ജനറൽ സൊല്യൂഷൻ കണ്ടുപിടിക്കണമെങ്കിൽ അതിന്റെ ഇക്വേഷൻ എന്താണ് നോക്കിയേ. ദി ജനറൽ സൊല്യൂഷൻ ഈസ് ഗിവൺ ബൈ നമ്മൾക്ക് എന്തറിയാം? ജനറൽ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ ഓൾറെഡി അറിയാം. എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? y is equal to കോംപ്ലിമെന്ററി ഫംഗ്ഷൻ പ്ലസ് പർട്ടിക്കുലർ ഇന്റഗ്രൽ ആണ് അല്ലെ. ഈ വാക്ക് നിങ്ങൾ ഓർത്ത് വെച്ചേക്കണം. നമ്മളിപ്പോൾ ഷോർട്ട് ഫോം മാത്രമേ എഴുതത്തുള്ളൂ. പക്ഷെ എങ്ങാനും പരീക്ഷയ്ക്ക് കോംപ്ലിമെന്ററി ഫംഗ്ഷൻ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അറിയാതിരിക്കണം. അതുകൊണ്ട് ഈ വാക്ക് നിങ്ങൾ ഓർത്ത് വെച്ചേക്കണം ഷോർട്ട് ഫോം ആണ് എഴുതുന്നതെങ്കിൽ. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? ആദ്യം നമ്മൾ കോംപ്ലിമെന്ററി ഫംഗ്ഷൻ കണ്ടുപിടിക്കുന്നു. ടു ഫൈൻഡ് കോംപ്ലിമെന്ററി ഫംഗ്ഷൻ നമ്മൾക്കറിയാം ഇതിനെ മാറ്റി എഴുതാൻ ഡി സ്ക്വയർ പ്ലസ് ഡി പ്ലസ് 1 അല്ലെ. ഇവിടെ ഡി സ്ക്വയർ പ്ലസ് ഡി, ഇവിടെ ഒരു y എന്നുള്ള രീതിയിൽ പ്ലസ് 1 ഇൻറ്റു വൈ ഈസ് ഈക്വൽ ടു 0 നമ്മൾ കൊടുക്കുന്നു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? അതിന്റെ കറസ്പോണ്ടിങ് ഓക്സിലറി ഇക്വേഷൻ എഴുതുന്നു അല്ലെ. ദ ഓക്സിലറി ഇക്വേഷൻ ഈസ് ഗിവൺ ബൈ എങ്ങനെ എഴുതാം? എം സ്ക്വയർ പ്ലസ് എം പ്ലസ് 1 ഈക്വൽ ടു 0. അപ്പൊ എം സ്ക്വയർ വന്നതുകൊണ്ട് എമ്മോ ആറോ ഏത് അക്ഷരം വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പൊ എം സ്ക്വയർ വന്നതുകൊണ്ട് ഞാനിപ്പോ എന്ത് ചെയ്യുന്നു? നമ്മൾക്ക് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷന്റെ സൊല്യൂഷൻ വെച്ചിട്ട് ചെയ്യുവാണെങ്കിൽ -1 പ്ലസ് ഓർ മൈനസ് സ്ക്വയർ റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac. അപ്പോൾ 1ന്റെ സ്ക്വയർ 1 തന്നെയാണ്. -4 ഇൻറ്റു 1 ഇൻറ്റു 1 നമുക്ക് 4 കിട്ടും. ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 1 2 ആണ്. ദാറ്റ് ഈസ് -1 പ്ലസ് ഓർ മൈനസ് സ്ക്വയർ റൂട്ട് ഓഫ് -3 ഡിവൈഡഡ് ബൈ 2 എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു -1 പ്ലസ് ഓർ മൈനസ് i√3 ഡിവൈഡഡ് ബൈ 2 എന്ന് കിട്ടും. കറക്റ്റ് അല്ലേ? അപ്പൊ ഈ രീതിയിലായിരിക്കും നമ്മൾക്ക് എന്ത് ചെയ്യുന്നത്? നമ്മളുടെ ആൻസർ കിട്ടുന്നത്. അപ്പൊ അവിടെ നമ്മൾ കോംപ്ലിമെന്ററി സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പഠിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് കോംപ്ലിമെന്ററി സൊല്യൂഷൻ കണ്ടുപിടിക്കുക? ഇവിടെ ഇപ്പോ നമ്മൾക്ക് മാറ്റി എഴുതാം. -1/2 പ്ലസ് ഓർ മൈനസ് i√3/2. അപ്പൊ ഇതെന്തായി? a പ്ലസ് ib ഫോമിലായി അല്ലെ. a പ്ലസ് ib ഫോമിലാകുമ്പോൾ നമ്മൾ കോംപ്ലിമെന്ററി സൊല്യൂഷൻ എങ്ങനെയാണ് എഴുതുന്നത്? കോംപ്ലിമെന്ററി ഫംഗ്ഷൻ ഈസ് ഈക്വൽ ടു നമ്മൾക്കറിയാം അല്ലെ e⁻ax. അപ്പൊ ഇവിടുത്തെ a എന്ന് പറയുന്നത് -1/2 അല്ലായിരുന്നോ? e⁻−1/2x. ദാറ്റ് ഈസ് -1/2x ഞാൻ ഒന്ന് മാറ്റി -x/2 എന്ന് എഴുതി അല്ലെ. -1/2x ആണ് -x/2 ഇൻറ്റു c1 cos bx. ബി ആരാണ് ഇവിടുത്തെ? ബി എന്ന് പറയുന്നത് √3/2 ആണ് അല്ലെ. അപ്പൊ c1 cos √3/2 x c1 bx cos bx പ്ലസ് c2 sin √3/2 x എന്ന് കിട്ടും അല്ലെ. അപ്പൊ ഈ രീതിയിലാണ് നമ്മളുടെ എന്ത് വരുന്നത്? കോംപ്ലിമെന്ററി ഫംഗ്ഷൻ വരുന്നത്. ഇനി നമ്മൾക്ക് എന്ത് കണ്ടുപിടിക്കണം? പർട്ടിക്കുലർ ഇന്റഗ്രൽ കണ്ടുപിടിക്കണം. സോ ടു ഫൈൻഡ് പർട്ടിക്കുലർ ഇന്റഗ്രൽ നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്ന മെത്തേഡ് എന്ന് പറയുന്നത് നമ്മളുടെ എന്താണ്? നമ്മളുടെ ഓപ്പറേറ്റർ മെത്തേഡ് ആണ്. നമ്മൾ ഓൾറെഡി പഠിച്ചു വെച്ചേക്കുന്ന ഓപ്പറേറ്റർ മെത്തേഡ് ആണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമ്മൾക്ക് ഓൾറെഡി കിട്ടിയിരിക്കുന്ന ഇക്വേഷൻ എന്താണ്? ഡി സ്ക്വയർ പ്ലസ് ഡി പ്ലസ് 1 ഇൻറ്റു വൈ ഈസ് ഈക്വൽ ടു നോക്കിയേ ഡി സ്ക്വയർ പ്ലസ് ഡി പ്ലസ് 1 ഇൻറ്റു വൈ ഈസ് ഈക്വൽ ടു നമ്മൾക്ക് തന്നിരിക്കുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് 1 - e⁻x ദ ഹോൾ സ്ക്വയർ ആണ്. 1 - e⁻x ദ ഹോൾ സ്ക്വയർ ആണ്. അപ്പൊ ഈ ഇക്വേഷനിൽ നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഇതൊന്ന് എക്സ്പാൻഡ് ചെയ്യുന്നു. ഡി സ്ക്വയർ പ്ലസ് ഡി പ്ലസ് 1 ഇൻറ്റു വൈ ഈസ് ഈക്വൽ ടു ഇവിടെ സ്ക്വയർ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ 1 - 2e⁻x പ്ലസ് അതായത് a - b ഹോൾ സ്ക്വയർ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ അടുത്ത a² - 2ab പ്ലസ് b². e⁻x സ്ക്വയർ എടുക്കുമ്പോൾ e⁻2x എന്ന് കിട്ടും അല്ലെ. അപ്പൊ ഈ രീതിയിലാണ് വരുന്നത്. നെക്സ്റ്റ് എന്ത് ചെയ്യാം? y ഈസ് ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ ഡി സ്ക്വയർ പ്ലസ് ഡി പ്ലസ് 1 ഇൻറ്റു 1 - 2e⁻x പ്ലസ് e⁻2x എന്ന് വരും. ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് അല്ലെ. നമ്മൾ ഈ ക്വസ്റ്റ്യനെ നമ്മൾ എങ്ങനെ മാറ്റി എഴുതും? നോക്കിയേ y ഈസ് ഈക്വൽ ടു നമുക്ക് ഓരോന്നായിട്ട് എഴുതാം അല്ലെ. ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുത്തിട്ട് നമുക്ക് ഓരോന്നായിട്ട് എഴുതാം. 1 ഡിവൈഡഡ് ബൈ ഡി സ്ക്വയർ പ്ലസ് ഡി പ്ലസ് 1 ഇൻറ്റു 1 എന്ന് പറയുമ്പോൾ നമ്മൾക്ക് എന്താണ് കിട്ടുന്നത്? ആ രീതിയിൽ നമ്മൾ എഴുതുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് നമുക്ക് 1ന് പകരം അവിടെ e⁻0x എന്ന് കൊടുക്കാം. അപ്പൊ പെട്ടെന്ന് കിട്ടും e⁻0x. ദാറ്റ് ഈസ് ഈക്വൽ ടു നമ്മൾക്ക് അറിയാം അല്ലെ. ഇവിടെ നമ്മൾക്ക് എന്താണോ എക്സിന്റെ കൂടെ വരുന്നത് ആ കോഎഫിഷ്യന്റ് ഇവിടെ കൊടുക്കുക എന്നുള്ളതാണ്. ഇപ്പൊ എഫ് ഓഫ് ഡി എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? ഇവിടെ എഫ് ഓഫ് ഡി എന്ന് പറയുന്നത് ഡി സ്ക്വയർ പ്ലസ് ഡി
പ്ലസ് വൺ ആണ്. സോ അപ്പൊ നമുക്ക് അവിടെ എന്ത് കണ്ടുപിടിക്കാം? എഫ് ഓഫ് സീറോ കണ്ടുപിടിക്കാം. എഫ് ഓഫ് സീറോ എന്ന് പറയുമ്പോൾ ഇവിടെ സീറോ ഇട്ട് കൊടുക്കുമ്പോൾ ആൻസർ 1 കിട്ടും. അത് നോട്ട് ഈക്വൽ ടു സീറോ ആണെങ്കിൽ നമുക്ക് അത് തന്നെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ 1/1 ഇൻറ്റു ഇ റൈസ് ടു സീറോ എക്സ്, ഇ റൈസ് ടു സീറോ എക്സ് 1 ആണ്. സോ എല്ലാം എന്തായി പോവും? 1 ആയി പോവും. നെക്സ്റ്റ് ഞാൻ ചെയ്യാൻ പോകുന്നത് 1 ഡിവൈഡഡ് ബൈ ഡി സ്ക്വയർ പ്ലസ് ഡി പ്ലസ് 1 മൈനസ് 2 ഇ റൈസ് ടു എക്സ് ആണ്. അപ്പൊ -2 നമ്മൾക്ക് ഇവിടെ അങ്ങ് എഴുതാം അല്ലെ. -2 എന്നിട്ട് എന്താണ്? ഇ റൈസ് ടു എക്സ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടത്തെ എ എന്ന് പറയുന്നതാണ് 1 ആണ്. സോ ഞാനിപ്പോ ഇവിടെ എഫ് ഓഫ് 1 കണ്ടുപിടിച്ച് നോക്കുന്നു. അതും എന്ത് തന്നെയാണ്? 1 സ്ക്വയർ പ്ലസ് 1 പ്ലസ് 1, അതായത് 1 പ്ലസ് 1 പ്ലസ് 1 നമുക്ക് എന്ത് കിട്ടും? 3 എന്ന് കിട്ടും. സോ ഇവിടെ കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ -2 ഡിവൈഡഡ് ബൈ 3 ഇ റൈസ് ടു എക്സ് അല്ലെ, -2/3 ഇ റൈസ് ടു എക്സ് എന്നാണ് നമ്മൾക്ക് അവിടെ ആൻസർ കിട്ടുന്നത്. അപ്പൊ നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് മൂന്നാമത്തെ സൊല്യൂഷൻ ആണ്. മൂന്നാമത്തെ സൊല്യൂഷന് ഞാൻ എഴുതി 1 ഡിവൈഡഡ് ബൈ ഡി സ്ക്വയർ പ്ലസ് ഡി പ്ലസ് 1 ഇ റൈസ് ടു 2x എന്നാണ് വരുന്നത് അല്ലെ. അപ്പൊ ഇവിടെ ഞാൻ എഫ് ഓഫ് 2 കണ്ടുപിടിച്ച് നോക്കുന്നു. എഫ് ഓഫ് 2 കണ്ടുപിടിക്കുമ്പോൾ എനിക്ക് 2 സ്ക്വയർ പ്ലസ് 2 പ്ലസ് 1 ആണ്. 2 സ്ക്വയർ 4, 4 പ്ലസ് 2 6, 6 പ്ലസ് 1 എന്താണ്? 7 ആണ് കിട്ടുന്നത്. സോ അപ്പൊ അവിടെയും എന്ത് വരും? ഇവിടെ 1 ഡിവൈഡഡ് ബൈ 7 ഇ റൈസ് ടു 2x എന്ന് കിട്ടും. സോ നമ്മൾക്ക് എല്ലാത്തിന്റെ ആൻസർ വളരെ എളുപ്പത്തിൽ കിട്ടി. ഫ്രം 1 നമുക്ക് എന്ത് പറയാം? പർട്ടിക്കുലർ ഇന്റഗ്രൽ എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു സാധനം അതേപോലെ എഴുതി വെക്കുക. 1 - 2/3 ഇ റൈസ് ടു എക്സ് പ്ലസ് 1 ഡിവൈഡഡ് ബൈ 7 ഇ റൈസ് ടു 2x എന്ന് വരും. Therefore നമ്മളുടെ ഫംഗ്ഷന്റെ വാല്യൂ എന്താണ്? y ഈസ് ഈക്വൽ ടു കോംപ്ലിമെന്ററി ഫംഗ്ഷൻ പ്ലസ് പർട്ടിക്കുലർ ഇന്റഗ്രൽ ആണ്. നമ്മളുടെ കോംപ്ലിമെന്ററി ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു ഫംഗ്ഷൻ ആണ്, പ്ലസ് നമ്മളുടെ പർട്ടിക്കുലർ ഇന്റഗ്രൽ എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, അപ്പൊ അത് ഞാൻ പ്ലസ് ഇട്ട് എഴുതുമ്പോൾ എനിക്ക് എന്ത് കിട്ടും? ഈ ഒരു രീതിയിൽ രണ്ടും കൂടി ആഡ് ആക്കി എഴുതാൻ പറ്റും. കോംപ്ലിമെന്ററി ഫംഗ്ഷൻ പ്ലസ് പർട്ടിക്കുലർ ഇന്റഗ്രൽ കിട്ടിയ വാല്യൂസ് നമ്മൾ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രം മതി. ഓക്കെ, അപ്പൊ ഇതേ മോഡലിലുള്ള ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. സോ ഈ ക്ലാസ്സിലുള്ള എന്തെങ്കിലും ക്വസ്റ്റ്യൻ, എന്തെങ്കിലും ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ചോദിക്കുക. അപ്പോൾ ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ.